1500 രൂപ ബഡ്ജറ്റിൽ നമ്മൾ ഫ്ലിപ്കാർട്ടിൽ ഒരു ഗെയിമിംഗ് ഇയർബഡ് തപ്പുവാണെങ്കിൽ നമുക്കിപ്പോൾ ട്രൂക്കിന്റെ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് ആണ് BTG Neo. 1499 രൂപയുടെ നോർമൽ റേറ്റ് എങ്കിലും ഇപ്പോൾ ഇതിന്റെ വില എന്ന് പറയുന്നത് 1399 രൂപ മാത്രമാണ്. പക്ഷേ ബിഗ് ബില്യൺ ഡേയ്സിൽ ഇതിന്റെ വില എത്ര ആയെന്നറിയോ? 1099 രൂപ. അതായത് 1100 രൂപയ്ക്ക് നമുക്കിത് വാങ്ങിക്കായിരുന്നു. അപ് ടു 80 hours ടോട്ടൽ പ്ലേ ടൈം, 35 ms ലോ ലേറ്റൻസി മോഡ്, 3 EQ മോഡ്സ്, 6 മൈക്ക്, ഡ്യുവൽ പെയറിംഗ്. അതൊക്കെയാണ് ഇതിൽ എടുത്തു പറയേണ്ട സവിശേഷതകൾ. ഉറപ്പായിട്ടും ഈ ഒരു വീഡിയോ പൂർണ്ണമായും കാണുവാണെങ്കിൽ 1500 രൂപ ബഡ്ജറ്റിൽ നമ്മൾ ഈ ഒരു ട്രൂക്കിന്റെ BTG Neo വാങ്ങിച്ചാൽ വദ്ബൈങ് ആകോ അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ സവിശേഷതകൾ മനസ്സിലാവുന്നതാണ്. കൂടാതെ നമ്മുടെ ചാനലിൽ അൺബോക്സ് ചെയ്യുന്ന ഈ ഒരു BTG Neo നിങ്ങൾക്ക് വേണം, ഉറപ്പായിട്ടും നമ്മുടെ ഇൻസ്റ്റയിലുള്ള DeepZstore പോയി കഴിഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് ഞാൻ മേടിച്ചതിനേക്കാളും കാശ് കുറച്ച് വാങ്ങിക്കാം. കൂടാതെ മറ്റുള്ള നമ്മുടെ ചാനൽ അൺബോക്സ് ചെയ്യുന്ന പ്രോഡക്റ്റുകളും ഫസ്റ്റ് കോപ്പി വാച്ചുകൾ, ഇയർബഡ്സ് എല്ലാം തന്നെ അവിടെ അവൈലബിൾ ആണ്. സോ വീഡിയോ പൂർണ്ണമായും കണ്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക DeepZstore. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രൂക്ക് BTG Neo. എന്തായാലും ഫിസിക്കലി നോക്കുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻ ആണ്. ഗെയിമിംഗ് ഇയർബഡ് ആണെങ്കിൽ പോലും നമുക്ക് എന്താ പറയാ, LED ഇൻഡിക്കേറ്റേഴ്സ് ഇങ്ങനെ വാരി വലിച്ചു കൊടുത്തിട്ടില്ല. അതാണ് ഇതിൽ എടുത്ത് പറയേണ്ട ഒരു അഡ്വാൻറ്റേജ്. ട്രൂക്കിന്റെ ലോഗോ ഫ്രണ്ടിലുണ്ട്, ഒരു മാറ്റ് ഫിനിഷ് ആണ്, 2 സൈഡിലായിട്ട് LED ഇൻഡിക്കേറ്ററും, മുന്നിലൊരു പ്രത്യേകതരം ഡിസൈനും, പിറകിലൊരു ടൈപ്പ് C പോർട്ടും കാണാം. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിഞ്ഞപ്പോൾ തന്നെ ഇത് വെറും ഒരു കേസല്ല, 500 mAh ബാറ്ററി കപ്പാസിറ്റി ഉള്ള ഒരു പവർ ബാങ്ക് കൂടിയിട്ടുണ്ട്. അപ് ടു 80 hours ആണ് കമ്പനി അവകാശപ്പെടുന്ന ടോട്ടൽ പ്ലേ ടൈം. 2 hours ആണ് 100% ഇത് ചാർജ് ആകാനായിട്ട്. കമ്പനി റെക്കമെൻഡ് ചെയ്യുന്ന ചാർജിംഗ് അഡാപ്റ്റർ 5V1 ആണ്, അതായത് 5 wattsന്റെ. പക്ഷേ ടൈപ്പ് C ആയതുകൊണ്ട് തന്നെ നമുക്ക് 10 watts യൂസ് ചെയ്താലും കുഴപ്പമില്ല. അതായത് നിങ്ങളുടെ കയ്യിലൊരു ഫാസ്റ്റ് ചാർജർ ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും അതിനകത്ത് ഔട്ട്പുട്ട് 5V2A എന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും അത് വെച്ച് ഇത് ചാർജ് ചെയ്യാൻ കേട്ടോ. ഇനി ലിഡ് നമ്മൾ അങ്ങോട്ട് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ ഓൾറെഡി ഏത് ഡിവൈസിലാണോ പെയർ ചെയ്തിരിക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി റീകണക്ട് ആവും, ഇയർബഡുകൾ ഊരുന്നതിന് മുന്നേ തന്നെ. എന്തായാലും ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് ഇതേ നമ്മുടെ ഇയർബഡുകൾ എടുപ്പുണ്ട്. ആ LED ഇൻഡിക്കേറ്റർ ഉണ്ട്, പല കളറുകളിൽ ഇങ്ങനെ കത്തി മറയുന്നുണ്ട്. ലിഡ് ക്വാളിറ്റി ഭയങ്കര വലിയ ക്വാളിറ്റി ഒന്നും പറയാൻ പറ്റില്ല, എന്നാൽ പോലും കുഴപ്പമില്ല എന്ന് പറയാം കേട്ടോ. ഇനി ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഡിസൈൻ ആണ്, നല്ല രസമുണ്ട്. കുറച്ചൊരു ബൾക്കി ഫീൽ ആണെങ്കിൽ പോലും എന്താ പറയാ, ഒരു ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. പിറകിൽ നോക്കുകയാണെങ്കിൽ ഒരു ഗ്രിൽ ടൈപ്പ് ഡിസൈൻ ഉണ്ട്, അവിടെയാണ് ആക്ച്വലി നമ്മുടെ LED ഇൻഡിക്കേറ്റർ. പിന്നെ നമുക്ക് 2 മൈക്കും ട്രൂക്കിന്റെ ലോഗോ ഒക്കെ കാണാവേ. 13 mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുക. കൂടാതെ 40 mAh വീതം ഇയർബഡുകളിൽ ബാറ്ററി കപ്പാസിറ്റി ഉള്ളതുകൊണ്ട് തന്നെ സിംഗിൾ പ്ലേ ടൈം എന്ന് പറയുന്നത് അപ് ടു 6 to 8 hours ആണ്. ഉറപ്പായിട്ടും നമ്മളൊരു 50-60% ഇടുവാണെങ്കിൽ 8 മണിക്കൂർ തന്നെ കിട്ടും. എന്നാൽ നിങ്ങളൊരു 100% ഇട്ട് പാട്ട് കേൾക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും 6 അല്ലെങ്കിൽ 4 പോകുന്നുള്ളതിൽ വേറൊരു സംശയമില്ല. ഇനി ഇതിന്റെ വെയറിംഗ് കംഫർട്ടിലേക്ക് വരുവാണെങ്കിൽ വളരെ കംഫർട്ടബിൾ ആയിട്ട് എന്റെ ചെവിയിൽ അങ്ങോട്ട് ഇരിപ്പുണ്ട്. അങ്ങനെ വലിയ ഒരു കുറ്റവും പറയാൻ പറ്റത്തില്ല. ആക്ച്വലി ഇത് ചെവിയിൽ അങ്ങോട്ട് വെക്കുമ്പോഴത്തേക്ക് നല്ല രീതിക്ക് പാസീവ് നോയിസ് ക്യാൻസലേഷൻ വർക്ക്ഔട്ട് ആവുന്നുണ്ട്. പിന്നെ ഇതൊരു ഗെയിമിംഗ് ഇയർബഡ് ആണ്, നമ്മൾ കുറച്ച് നേരം കൂടുതൽ ഉപയോഗിക്കേണ്ടിയൊക്കെ വരും. കാരണം ഗെയിം കളിച്ച് നമ്മൾക്ക് സമയം പോകണം അറിയാൻ പറ്റത്തില്ല. എന്നാൽ പോലും എന്താ പറയുക, കുറച്ച് കൂടുതൽ നേരം ഉപയോഗിച്ചാൽ അങ്ങനെ ഇയർ പെയിൻ എന്നെ സംബന്ധിച്ചോളം വന്നില്ലായിരുന്നു. ഇനി നിങ്ങളുടെ കാര്യം എന്തായാലും ഇത് ചെവി അങ്ങോട്ട് വെച്ച് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവത്തുള്ളൂ. പക്ഷേ ഒരു നോർമൽ സൈസ് ചെവിയുള്ള ആൾക്കാർക്ക് ഉറപ്പായിട്ടും ഇത് കംഫർട്ടബിൾ ആയിട്ട് ഇരിക്കും കേട്ടോ. ചെവിയിൽ നിന്ന് ഊരിപ്പോകുന്ന ഒരു ടെൻഡൻസിയോ അങ്ങനെ ഒന്നും തന്നെ ഇതങ്ങോട്ട് ചെവിയിൽ വെക്കുമ്പോഴത്തേക്ക് എനിക്ക് അങ്ങോട്ട് ഇല്ല കേട്ടാ. ഇപ്പോ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ട്രൂക്ക് BTG Neoയിൽ നിന്നും ലഭ്യമാകുന്ന മൈക്ക് ക്വാളിറ്റി ആണ്. ഇൻഡോറിൽ ഞാൻ ആക്ച്വലി നോർമലിയാണ് സംസാരിക്കുന്നത്. ഇതിനകത്ത് 6 മൈക്ക് ഉണ്ട് കേട്ടോ, അതായത് ഓരോ ഇയർബഡിലും 3 മൈക്ക് വെച്ചിട്ട്. എന്തായാലും ഒരു കോളിംഗ് പേർപ്പസിന് വേണ്ടി നമ്മൾ ഈ BTG Neo വാങ്ങിച്ചാൽ അത് വർത്ത് ബൈങ് ആകോ? എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? വീഡിയോയുടെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തണേ. ഇനി ഇതിന്റെ മ്യൂസിക് ക്വാളിറ്റിയിലേക്ക് വരണമെങ്കിൽ ഇതിൽ SBC AAC കോഡൊക്കെ ഉണ്ട്. AAC കോഡൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ 100% പാട്ടാൽ പോലും അങ്ങനെ യാതൊരു ഡിസ്ട്രാക്ഷൻസും ഉണ്ടാവാൻ ചാൻസ് ഇല്ല 99% പാട്ടുകളിലും. എന്നാൽ ചില പാട്ടുകളിൽ ചിലപ്പോൾ ഡിസ്ട്രാക്ഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് കേട്ടോ. എന്തായാലും ഇതിൽ 3 EQ മോഡ്സ് ഉണ്ട്, അതായത് ഡൈനാമിക്, ബേസ് ബൂസ്റ്റഡ്, മൂവീസ്. നമുക്ക് ഇഷ്ടമുള്ള EQ മോഡിൽ പാട്ടുകൾ കേൾക്കാൻ സാധിക്കും. ഇപ്പോൾ ഈ മൂവി മോഡ് ഇട്ടപ്പോഴാണ് സത്യം പറഞ്ഞാൽ എനിക്ക് കുറച്ച് ബെറ്റർ ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് ഫീൽ ചെയ്തത്. കാരണം ഇതൊരു ഗെയിമിംഗ് ഇയർബഡ് ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു എന്താ പറയുക, ഒരു മോണോ ഔട്ട്പുട്ടാണ് ഡോമിനേറ്റഡ് ആക്കി നിർത്തുന്നത്. സോ നിങ്ങൾക്ക് എന്താ പറയുക, പാട്ടൊക്കെ കേൾക്കുന്ന സമയത്ത് അത് ചില ആൾക്കാർക്ക് ഇഷ്ടപ്പെടാൻ ചാൻസ് ഇല്ല. എന്നാൽ നിങ്ങൾ ആ ഒരു മൂവി മോഡിലേക്ക് പോവുകയാണെങ്കിൽ അത്യാവശ്യം നല്ല ട്രബിളും ഒക്കെ എന്താ പറയുക നല്ല ഡോമിനേറ്റഡ് വരുന്നുണ്ട്. കൂടാതെ നല്ലൊരു പെർഫെക്റ്റ് പാട്ട് നമുക്ക് അവിടെ കേൾക്കാം. അതായത് ഒരു ഗെയിമിംഗ് ഇയർബഡ് വേണം, എന്നാൽ നിങ്ങൾക്ക് പാട്ടും വേണമെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു മൂവി മോഡിലിട്ട് കേൾക്കാം. ഡൈനാമിക് എന്ന് പറയുമ്പോഴത്തേക്ക് ഒരു ബാലൻസ്ഡ് ആയിട്ടുള്ള ഔട്ട്പുട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. എനിക്കെന്തോ ഭയങ്കര ഒരു വലിയ രീതിക്ക് തോന്നിയില്ല ആ ഒരു ഔട്ട്പുട്ട് കൊള്ളാന്നുള്ളത്. കൂടാതെ ബേസ് ബൂസ്റ്ററിലേക്ക് വരുവാണെങ്കിൽ ബേസ് നല്ല ഡോമിനേറ്റഡ് ആണ്, പക്ഷെ അവിടെയും നമുക്ക് ആ ഒരു ട്രെബിള് കുറച്ചുകൂടി കൂടിയിരുന്നെങ്കിൽ എന്നുള്ളൊരു ഫീലാണ്. സോ ഈ ഒരു ഓവറോൾ 3 EQ മോഡ്സ് നോക്കുമ്പോഴത്തേക്ക് എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നിയത് ഈ ഒരു മൂവി മോഡിലാണ്. പിന്നെ നിങ്ങളുടെ വീണ്ടും എനിക്ക് പറയാനുള്ളത് നിങ്ങളുടെ ആ ഒരു ടേസ്റ്റ് നിങ്ങൾക്ക് അറിയത്തുള്ളൂ. 3 മോഡ്സ് അങ്ങോട്ട് മാറ്റി നോക്കിയിട്ട് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പാട്ട് അങ്ങോട്ട് കേൾക്കാനേ പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ട് തന്നെയാണ് ഇതിന്ന് കിട്ടുന്നത് കേട്ടോ. ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ നമ്മുടെ ടച്ച് സെൻസേഴ്സ് എന്ന് പറഞ്ഞത്. അത്യാവശ്യം നല്ല സെൻസിറ്റീവ് ആണ്, അതിൽ നിന്ന് വേറെ സംശയമില്ല. എന്തായാലും ബേസിക് ടച്ച് കൺട്രോൾസിന്
കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു 1 ടാപ്പ് ഇപ്പോൾ അത് വലതിലാണെങ്കിലും ഇടതിലാണെങ്കിലും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് കോൾ എടുക്കാനും കോൾ കട്ട് ചെയ്യാനും മ്യൂസിക് പ്ലേ ചെയ്യാനും പോസ് ചെയ്യാനും സാധിക്കും. കൂടാതെ വലതിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അതങ്ങോട്ട് നെക്സ്റ്റ് ട്രാക്കിലേക്കും ഇടതിൽ നമ്മൾ ഡബിൾ ടാപ്പ് ചെയ്യുകയാണെങ്കിൽ അതങ്ങോട്ട് പ്രീവിയസ് ട്രാക്കിലേക്കും പോകും. കൂടാതെ ഇടതിൽ നമ്മൾ ട്രിപ്പിൾ ടാപ്പ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള വോയിസ് അസിസ്റ്റൻസ് അല്ലെങ്കിൽ സിറി അങ്ങോട്ട് വർക്കാവും. അതേപോലെ തന്നെ ഇടതിൽ നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴാണ് ഇതിലുള്ള ഗെയിമിംഗ് മോഡ് 35ms ഗെയിമിംഗ് മോഡ് അങ്ങോട്ട് ഓൺ ആവും. വീണ്ടും നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുകയാണെങ്കിൽ അതങ്ങോട്ട് മ്യൂസിക് മോഡിലേക്ക് മാറും. കൂടാതെ വലതിൽ നമ്മൾ ടാപ്പ് ആൻഡ് ഹോൾഡ് ചെയ്യുമ്പോഴാണ് ഇതിൽ 3 EQ മോഡ്സ് ഉണ്ട്, അതങ്ങോട്ട് ചേഞ്ച് ഓവർ ആവുകയും ചെയ്യും. പിന്നെ ഇതിൽ എടുത്ത് പറയേണ്ട മറ്റൊരു കാര്യം ഞാൻ ഓൾറെഡി പറഞ്ഞു, ഡ്യുവൽ പെയറിംഗ് ഉണ്ട്. അതായത് നമ്മുടെ കയ്യിൽ ലാപ്ടോപ്പും അതുപോലെ തന്നെ ഫോണും ഉണ്ടെങ്കിൽ രണ്ടിലും ഒരുമിച്ച് കണക്ട് ചെയ്യാം. ഇൻ കേസ് നമ്മൾ ലാപ്ടോപ്പിൽ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് ഫോണിലൊരു കോൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോൾ എന്താ പറയുക ഇയർബഡിലൂടെ തന്നെ നമുക്ക് എടുക്കാൻ സാധിക്കും. അതാണ് ഈ ഒരു ഡ്യുവൽ പെയറിംഗ് മോഡിന്റെ ഉപയോഗം കേട്ടോ. ബ്ലൂടൂത്ത് വെർഷൻ 5.3 അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറയുന്നത് 10 മീറ്റർ ആണ്. കൂടാതെ IPX5 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉണ്ട്. അത്യാവശ്യം ഡ്രസ്സിലെങ്കിലും അല്ലെങ്കിൽ വർക്കൗട്ട് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ഉപയോഗിച്ചാലും അങ്ങനെ വലിയ പ്രശ്നങ്ങളെ ഉണ്ടാവാൻ ചാൻസ് ഇല്ല. IPX5 എന്ന് പറയുമ്പോഴത്തേക്ക് ഹെവി റെയിനിൽ പോലും ഉപയോഗിക്കാം. പക്ഷേ വാട്ടർ ഡാമേജ് വന്നു കഴിഞ്ഞാൽ ഒരു വർഷം വാറണ്ടി ഉണ്ടെങ്കിൽ പോലും വാറണ്ടി ക്ലെയിം ചെയ്ത് കിട്ടാൻ ചാൻസ് കുറവാണ്. സർവീസ് സെന്ററുകൾ എല്ലായിടത്തും ഉണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ ഓൾറെഡി ആ ഒരു സർവീസ് സെന്ററിന്റെ അല്ലെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ ഒരു പിക്കപ്പ് പോയിന്റ് ഉണ്ട്. അവർ ഇവിടെ നിന്ന് അങ്ങോട്ട് ഡൽഹിയിൽ അയച്ചു കൊടുക്കുക ചെയ്യുന്നത്. പക്ഷേ നമുക്ക് അവിടെ കൊണ്ടു കൊടുക്കാൻ പറ്റും. നിങ്ങളിപ്പോൾ നിങ്ങളുടെ സ്ഥലത്ത് ഇപ്പോൾ കാസർഗോഡ് അല്ലെങ്കിൽ എറണാകുളത്തൊക്കെ സർവീസ് സെന്റർ ഇല്ലെങ്കിൽ ഈ തിരുവനന്തപുരത്തെ സർവീസ് സെന്ററിൽ ഒന്ന് കോൺടാക്ട് ചെയ്തിട്ട് അവർക്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ പുള്ളി തന്നെ എല്ലാം അങ്ങോട്ട് എന്താ പറയുക ഡൽഹിയിലേക്ക് അയച്ചു കൊടുത്തിട്ട് ആ സാധനം റെഡി ആയിട്ട് വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് അങ്ങോട്ട് അയച്ചു തരുന്നതാണ്. പക്ഷേ ഷിപ്പിംഗ് ചാർജ് എന്തൊക്കെയോ അവർ വാങ്ങിക്കും എക്സ്ട്രാ. പക്ഷേ എനിക്ക് തോന്നുന്നു നമുക്ക് പ്രോപ്പറായിട്ട് സർവീസ് നടക്കും. സോ ആ ഒരു സർവീസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീഡിയോ ലിങ്ക് ഞാൻ ഇട്ടേക്കാവേ. അത് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് മനസ്സിലാവുന്നതാണ്. ഇത് നമ്മുടെ 35ms ലോ ലേറ്റൻസി മോഡ് പബ്ജി പോലുള്ള ഗെയിമുകൾ കളിക്കുമ്പോഴത്തേക്ക് എന്തുമാത്രം ആക്യുറേറ്റ് ആണെന്ന് നോക്കണമല്ലോ. ഞാൻ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ ജസ്റ്റ് ഒന്ന് സ്പ്രേ ചെയ്തതിനു ശേഷം കൈ എടുക്കുമ്പോഴത്തേക്ക് ആ ഒരു സൗണ്ട് എന്തുമാത്രം സസ്റ്റെയിൻ ചെയ്തെന്ന് മാത്രം നമ്മൾ നോക്കിയാൽ മതിയേ. കുഴപ്പമില്ലല്ലേ, അത്യാവശ്യം നല്ല പെർഫെക്റ്റ് ആയിട്ടൊരു ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട് 35ms. പിന്നെ ഞാൻ ആൻഡ്രോയിഡ് ആയതുകൊണ്ട് തന്നെ SBC കോഡക്ക് ഓൺ ആക്കിയിട്ടാണ് കളിച്ചത്. നിങ്ങൾ AAC കോഡക്കിൽ ഇട്ടിട്ട് കളിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ മാക്സിമം ഔട്ട്പുട്ട് കിട്ടത്തില്ല. എന്നാൽ SBCയിലേക്ക് വന്നിട്ട് കളിക്കുമ്പോഴത്തേക്ക് കുറച്ചുകൂടി നമുക്ക് ബെറ്റർ ആയിട്ടുള്ളൊരു ഔട്ട്പുട്ട് കിട്ടും. പക്ഷേ ഐഫോൺ യൂസേഴ്സ് ഒക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും അവർക്ക് എന്താ പറയുക SBC AAC കോഡക്ക് സ്വിച്ച് ഓവർ ചെയ്യാൻ പറ്റത്തില്ല. സോ അതിൻ്റെ ഔട്ട്പുട്ട് മാക്സിമം കിട്ടുമെന്ന് നമുക്ക് കൂടുതൽ പറയാൻ പറ്റില്ല. പക്ഷേ ആൻഡ്രോയിഡിൽ ഈ ഒരു SBC കോഡൊക്കെ അങ്ങോട്ട് ഇട്ട് കഴിഞ്ഞാൽ 35ms ലോ ലേറ്റൻസി ആ ഒരു പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയാണ് എന്തായാലും ഒരു BTG നിയോനെ കുറിച്ചിട്ട് എനിക്ക് നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്. 1100 രൂപ അല്ലെങ്കിൽ 1500 രൂപയ്ക്കുള്ളിൽ നമ്മളിത് വാങ്ങിച്ചാൽ വത് ബൈങ് ആകുമോ ഇല്ലെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഉറപ്പായിട്ടും പറയും 1100 രൂപയ്ക്ക് നിങ്ങളൊരു ഗെയിമിംഗ് ഇയർബഡ് നോക്കുന്നെങ്കിൽ വാങ്ങിച്ചാൽ വർത്ത് ബൈങ് ആകും. അതിൽ വേറൊരു സംശയമല്ല. പ്ലസ് ഒരു മ്യൂസിക് അത്യാവശ്യം നല്ല രീതിക്കും ഔട്ട്പുട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ആ ഒരു 6 മൈക്കിൻ്റെ ഔട്ട്പുട്ട് നിങ്ങൾ കേട്ടല്ലോ, അത് നിങ്ങൾക്ക് മതിയെങ്കിൽ ഉറപ്പായിട്ടും ഇത് വാങ്ങിക്കാം. കൂടാതെ EQ മോഡ്സ് ഉണ്ട്, അതുപോലെ തന്നെ ഡ്യുവൽ പെയറിംഗ്. സോ സ്പെക് വൈസ് ഉറപ്പായിട്ടും 1100 രൂപയ്ക്ക് വർത്ത് ബൈങ് ആണ്. പിന്നെ 1500 രൂപയ്ക്ക് ഇത് വാങ്ങിക്കണോ വേണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും പറയാനുള്ളത് നിങ്ങൾക്ക് മെയിൻ സാധനം ഗെയിമിംഗ് ആണെങ്കിൽ മാത്രം വാങ്ങിക്കുക. അതർവൈസ് മ്യൂസിക് ക്വാളിറ്റി ഇതിനേക്കാളും കുറച്ച് ബെറ്റർ ആയിട്ടുള്ള പ്രോഡക്റ്റുകൾ വേറെ ഉണ്ട് കേട്ടോ. ഓൾറെഡി നമ്മുടെ ചാനലിൽ അതിൻ്റെയൊക്കെ അൺബോക്സ് ചെയ്തിട്ടുണ്ട്. സോ അതിലേക്ക് പോകുന്നതാണ് കുറച്ച് ബെറ്റർ ആയിട്ടുള്ളത്. നിങ്ങൾ മ്യൂസിക് എന്ന് പറഞ്ഞൊരു സാധനം മാത്രം നോക്കുന്നെങ്കിൽ അതർവൈസ് ഗെയിമിങ്ങും മ്യൂസിക്കും എല്ലാം കൂടിയൊക്കെ വെച്ചൊരു ഓവറോൾ പ്രോഡക്റ്റ് ആണെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു പ്രോഡക്റ്റിലേക്ക് പോകുന്നതിൽ തെറ്റില്ല കേട്ടോ. ഇതാണ് എനിക്ക് ഈ ഒരു ട്രൂക്ക് BTG നിയോ ഉപയോഗിച്ചതിന് ശേഷം നിങ്ങൾക്ക് പറയാനുണ്ടാകുന്ന കുറച്ച് കാര്യങ്ങൾ എന്നുള്ളത്. എന്തായാലും ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ഇഷ്ടം ലൈക്കായിട്ട് അറിയിക്കണേ. കൂടാതെ കമന്റ് ആയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമ്മളുടെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഫാമിലിക്കും ഫ്രണ്ട്സുമായിട്ടൊക്കെ ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് അങ്ങനെയും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമ്പോഴേക്കും ബൈ.